ഒടുവിൽ ആ അബദ്ധം തിരിച്ചറിഞ്ഞു. എഫെസസിലെ ശവകുടീരത്തിൽ നിന്നും ലഭിച്ച ആ തലയോട്ടി ക്ലിയോപാട്രയുടെ സഹോദരി ആർസിനോയുടേതല്ല, അതൊരു ആൺകുട്ടിയുടേതാണ്. 100 വർഷം മുമ്പാണ് അഷ്ടഭുജ ശവകുടീരത്തിൽ നിന്നും തലയോട്ടി ലഭിച്ചത്. ശവകുടീരത്തിന്റെ പ്രത്യേകത കണക്കിലെടുത്താണ് അത് ക്ലിയോപാട്രയുടെ സഹോദരിയുടേതല്ലെന്ന നിഗമനത്തിലെത്തിയത്. ആ നിഗമനത്തിനും പതിറ്റാണ്ടുകളോളം തിരുത്തലും ഉണ്ടായില്ല. ഓസ്ട്രേലിയയിലെ ഗവേഷകരാണ് ആ തലയോട്ടി ആൺകുട്ടിയുടേതാണെന്നും കണ്ടെത്തിയത്. BC 205 36 ഇടയിലാണ് ആ ആൺകുട്ടി ജീവിച്ചിരുന്നത്. മരിക്കുമ്പോൾ 11 14 ഇടയിലുള്ള പ്രായം. അവികസിതമായ മുകളിലെ താടിയെല്ല് ഉൾപ്പെടെയുള്ള പ്രത്യേകതകളും ശാസ്ത്രജ്ഞർ തിരിച്ചറിഞ്ഞു. രോഗം മൂലം അവന് ഭക്ഷണം ചവയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നത്രേ. എന്തായാലും ആർസിനോയുടെ ശവകുടീരത്തിനായുള്ള അന്വേഷണം പുനരാരംഭിച്ചിട്ടുണ്ട്. BC 49 എഫെക്സിൽ വെച്ച് ആർസിനോ കൊല്ലപ്പെട്ടത്. ക്ലിയോപാട്രയുടെ സഹോദരി ആയിരുന്നെങ്കിലും ഇരുവരും മികച്ച ബന്ധത്തിലായിരുന്നില്ല. അവർ അർദ്ധ സഹോദരിമാരാണെന്നും വാദമുണ്ട്. 1929 ഓസ്ട്രേലിയൻ പുരാവസ്തു ഗവേഷകനായ ഡോക്ടർ ജോസഫ് കെയിനും സഹപ്രവർത്തകനുമാണ് അഷ്ടഭുജത്തിന്റെ രൂപത്തിലുള്ള ശവകുടീരം കണ്ടെത്തിയത്. വെള്ളം നിറച്ച അവസ്ഥയിലായിരുന്നു അത്. തലയോട്ടി വിശകലനത്തിനായി എടുത്തെങ്കിലും ശരീരത്തിന്റെ ബാക്കി ഭാഗങ്ങൾ ഉപേക്ഷിച്ചു. പിന്നീടാണ് ആ തലയോട്ടി വിശിഷ്ട വ്യക്തിയുടേതാണെന്നും നിഗമനമുണ്ടായത്. 1950കളുടെ തുടക്കത്തിൽ നടത്തിയ പഠനങ്ങൾ ആർസിനോയിലെത്തി അസ്ഥികളെ ആർസിനോയുമായി ബന്ധിപ്പിച്ച് സാഹചര്യ തെളിവുകളാണെന്നും അന്ന് വാദമുയർന്നിരുന്നു. എന്നാൽ തുടർന്ന് നടപടി ഉണ്ടായില്ല. പിന്നീട് DNA അടക്കം പരിശോധിക്കുകയായിരുന്നു. കാർബൺ 40 ഡേറ്റിംഗും ഗവേഷകർ ഉപയോഗിച്ചു. തലയോട്ടിൽ നിന്നും ലഭിച്ച ജീനുകൾ ഇറ്റലി സാർഡിനിയ വംശജൻ എന്ന സൂചനയാണ് നൽകുന്നത്. ഈജിപ്തിലെ പ്രധാനപ്പെട്ട വ്യക്തികളാണ് അഷ്ടഭുജ ശവകുടീരം നൽകുന്നതെന്ന് എഫെസോസിൽ താമസിച്ചിരുന്ന റോമൻ വംശജനാകാമെന്നാണ് ഒരു നിഗമനം. ആധുനിക ലോകത്തിന് ക്ലിയോപാട്ര പരിചിതമാണ്. എന്നാൽ ഈജിപ്തിലെ ടോളമിക രാജവംശത്തിലെ അവസാന അംഗങ്ങളിൽ ഒരാളായ ആർസിനോയെ അധികമാരും അറിയില്ല. BC 30 റോമൻ റിപ്പബ്ലിക്കിൽ ലയിക്കപ്പെടുന്നവരെ പുരാതന ഈജിപ്തിനെ നിയന്ത്രിക്കുന്ന രാജകുടുംബമായിരുന്നു ടോളമിക് രാജവംശം. ടോളമി 12 ഔലറ്റ് രാജാവിന്റെ പുത്രനായിരുന്നു ആർസിനോയും ക്ലിയോപാട്രയും. ചില ചരിത്രകാരന്മാർ അവർ ഒരമ്മയുടെ മക്കളാണെന്നും വിശ്വസിച്ചിരുന്നു. BC 47 നൈൽ യുദ്ധത്തിൽ ടോളമി 13 പരാജയപ്പെടുത്തിയതിനെ തുടർന്ന് ജൂലിയസ് സീസൺ ആർസിനോയെ റോമിലേക്ക് യുദ്ധ തടവുകാരിയായി കൊണ്ടുപോയി. പിന്നീട് മാർക്ക് ആന്റണിയുടെ നിർദ്ദേശപ്രകാരം BC 41 എഫെസസിൽ വെച്ച് അവരെ വധിച്ചു.